തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് ആയില്ല എന്നതാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇതിനെ തുടർന്ന് അറസ്റ്റിലായി 41-ാം ദിനം തന്ത്രിക്ക് വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. പിന്നാലെ ജാമ്യ ഉത്തരവിൽ SITയെ വെട്ടിലാക്കുന്ന വിവരങ്ങളും പുറത്തുവന്നു. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് ഇടപെടാൻ സാധിക്കൂ. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ അടക്കം ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. അതേസമയം ഗൂഢാലോചന നടന്നിട്ടില്ലെന്നും കോടതി വിലയിരുത്തി. പിന്നാലെയാണ് സംശയങ്ങൾ സാധൂകരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. CPM നേതാവായ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായതിനു പിന്നാലെ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലായി. തുടർന്ന് ED കൂടെ അന്വേഷണ രംഗത്തേക്ക് എത്തിയതോടെയായിരുന്നു തന്ത്രിയെ കുരുക്കുവാനുള്ള SITയുടെ ശ്രമം. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി 41 ദിനമാണ് ജയിലിൽ കിടത്തിയത്. പിന്നാലെ CPM തന്ത്രിക്കെതിരെ വ്യാപക പ്രചാരണവും നടത്തി. അറസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളടക്കം വിചിത്രമായിരിക്കുന്നുവെന്ന് അഭിഭാഷകർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ നിലപാട് ഇടതു സർക്കാരിന് വൈരാഗ്യമുണ്ടാക്കിയിരുന്നു. ഇത് കാരണമാണ് തന്നെ കേസിൽ കുരുക്കിയതെന്ന് തന്ത്രി കോടതിയെ അറിയിച്ചു. ജാമ്യ ഹർജിയിലെ വാദത്തിനിടെയാണ് ഇക്കാര്യം അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. ഇതോടെ SITക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുരുക്കി എന്നതായിരുന്നു നേരത്തെയുള്ള ആരോപണം. ജനം, കൊല്ലം. തന്ത്രിയെ കുടുക്കിയതാരാണ്? SIT നാടകം CPMന് വേണ്ടിയോ? കണ്ഠരര് രാജീവരെ ജയിലിൽ അടച്ചത് തെളിവിന്റെ കണിക പോലുമില്ലാതെയാണ്. തന്ത്രിയെ വീട്ടിലെത്തി കണ്ട് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. തന്ത്രിയെ നേരിൽ കണ്ട ശേഷമായിരുന്നു ശ്രീധരൻപിള്ളയുടെ ഈ പ്രതികരണമുണ്ടായത്. ഒരു തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് ബന്ധപ്പെട്ട കോടതി എല്ലാ ഫയലുകളും പരിശോധിച്ച ശേഷം 41 ദിവസം ഒരാളെ ജയിലിലിടുന്നത് ഗൂഢാലോചന കുറ്റം ആരോപിച്ച അന്നത് വന്ന അവസരത്തിൽ സർക്കാർ സ്പോൺസേഡായി നടത്തിയ സ്കീം പരാജയപ്പെട്ട് ദയനീയമായി അന്നത്തെ ആ സമരത്തിൽ അവർക്ക് തിരിച്ചടിയേറ്റപ്പോൾ ആ തിരിച്ചടിയേറ്റതിൻ്റെ പ്രതികാരമാണ് ഇന്ന് ഒരു ജഡ്ജി, ന്യായാധിപൻ എല്ലാം പരിശോധിച്ച ശേഷം ഒരു തരത്തിലുള്ള ആരോപണത്തിന്റെ ലാഞ്ചന പോലും ഇല്ല, നോ മെറ്റീരിയൽ അറ്റോൾ എന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി ഇതിങ്ങനെയാണോ കേരളം പ്രതികരിക്കേണ്ടത്? യുവതി പ്രവേശന സമയത്ത് നട അടച്ചതിന്റെ പ്രതികാരമായാണ് തന്ത്രിയെ ജയിലിൽ അടച്ചതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. പത്തനംതിട്ടയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായത്. വത്സൻ തില്ലങ്കേരിയുടെ വാക്കുകൾ കേൾക്കാം. സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ കേരള സർക്കാരിനെയും അന്നത്തെ മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിലുള്ള സംഘത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധിച്ചത്, ശബരിമലയിൽ പ്രതിരോധിച്ചത് തന്ത്രിയാണ്. അദ്ദേഹം ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ തയ്യാറുള്ള എന്ന് പറയുകയും ആചാരം ലംഘിക്കാൻ ശ്രമം നടന്നു കഴിഞ്ഞാൽ നടയടച്ച് താൻ മലയിറങ്ങും എന്ന ധീരമായ നിലപാട് തന്ത്രി എടുക്കുകയും ചെയ്തതോടുകൂടിയാണ് സർക്കാർ ഉദ്ദേശിച്ച നിലയിൽ യുവതീ പ്രവേശനം നടത്തി ശബരിമലയുടെ പാവനതയെ കളങ്കപ്പെടുത്താനുള്ള ആസൂത്രിതമായ ഗൂഢശ്രമം പരാജയപ്പെട്ടത്. അതിനുള്ള വൈരാഗ്യമാണ് തനിക്കെതിരായിട്ട് ഈ ഒരു കേസ് മറയാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാനും ജയിലടക്കാനും ഇടയാക്കിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. വാർത്തയുടെ വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, തന്ത്രിയെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു തെളിവിന്റെ കണിക പോലുമില്ലാതെ പിണറായി സർക്കാർ ജയിലിൽ അടച്ചത് 41 ദിവസമാണ്. കൊല്ലം വിജിലൻസ് കോടതി വളരെ കൃത്യമായി പറഞ്ഞു, SITക്ക് എന്തെങ്കിലും തെളിവുകളുണ്ടോ തന്ത്രിയെ ഈ കവർച്ചയുമായി ബന്ധപ്പെടുത്താനെന്ന്. ഒരു തെളിവുമുണ്ടായില്ല. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി ഉയരുകയാണ്. ഹൈന്ദവ സംഘടനകളെല്ലാം തന്ത്രിക്കൊപ്പം നിന്നുകൊണ്ട് തന്ത്രി അനുഭവിച്ച ആ കൊടും ക്രൂരതയെ പുറം ലോകത്തെത്തിക്കുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. എന്താണ് വിവരങ്ങൾ? നീലിമ, തന്ത്രിക്കെതിരെ സർക്കാർ നടത്തിയത് മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, തകർക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് SIT നടപ്പാക്കിയത് എന്നുള്ളതാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, അതോടൊപ്പം തന്നെ BJP നേതാവ് നാരായണൻ നമ്പൂതിരി, ഒപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള വത്സൻ തില്ലങ്കേരി അടക്കമുള്ള ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഇന്ന് തന്ത്രിയെ നേരിട്ട് പോയി കണ്ട് തങ്ങളുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ നേതാക്കൾ കൃത്യമായിട്ട്
അവരുടെ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് യുവതീ പ്രവേശന വിഷയ സമയത്ത് തന്ത്രി സർക്കാരിൻ്റെ നിലപാടിനെതിരെ സ്വീകരിച്ചിട്ടുള്ള കടുത്ത നിലപാടുകൾ, കർശനമായിട്ടുള്ള നിലപാടുകൾ, അതായത് യുവതികൾ പ്രവേശിക്കുകയാണെങ്കിൽ നടയടച്ചിടുമെന്നതടക്കമുള്ള ആ ഒരു കടുത്ത നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സർക്കാരിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്ന നിലപാടുകൾ തന്ത്രിയുടെ ഭാഗത്തു നിന്നും അന്നുണ്ടായിട്ടുണ്ടായിരുന്നു, 2019 ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പ്രതികാര നടപടി എന്നോണമാണ് ഈ സമയത്ത് എന്തെങ്കിലും തന്ത്രിക്കെതിരായിട്ട് ഇത്തരത്തിലൊരു നടപടി സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഈ വത്സൻ തില്ലങ്കേരി അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ശബരിമലയെ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ നടത്തിയിട്ടുള്ള ചില ശ്രമങ്ങൾ, അതിനെതിരെയും തന്ത്രി കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാനായിട്ട് സമ്മതിക്കുകയില്ല, അതിന് കൂട്ടുനിൽക്കുകയില്ല എന്നുള്ള തന്ത്രിയുടെ നിലപാട് ഈ സർക്കാരിൻ്റെ ഈ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്ത്രിയോട് വലിയ പ്രതികാരം, വൈരാഗ്യം ഉണ്ടാക്കുവാനായിട്ട് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയ സാഹചര്യത്തിൽ അത് മുതലാക്കി, അതുകൂടാതെ മന്ത്രിമാരെ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്ത്രിയെ കുടുക്കി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഈ നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്ത്രിയുടെ നിരപരാധിത്വം അത് കോടതിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയുടെ ജാമ്യ ഉത്തരവിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ചുവെങ്കിലും അതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു തെളിവുകളും ഹാജരാക്കാൻ തന്ത്രിയെ മനഃപൂർവ്വം കുടിക്കിയതാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ, കോടതിയുടെ പരാമർശങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. BJP നേതാവും മുൻ ഗവർണറുമായിട്ടുള്ള അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഇന്ന് ചെങ്ങന്നൂരിൽ താഴവൺ മഠത്തിൽ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതുകൂടാതെ വത്സൻ തില്ലങ്കേരിയും ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകളും എല്ലാം ഈ തരത്തിൽ തന്ത്രിയെ കുടിക്കതാണ് എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തുകയാണ്. വിവരങ്ങൾ നോക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ്.